നമസ്കാരം. പോസ്റ്റ്കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിൻ, മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെതിരെ ഇ ഡി സമൻസ് അയച്ചതിന്റെ വിവരങ്ങൾ ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. അതെ. 2023 ഈ സംഭവം നടന്നിട്ടുള്ളത്. സംഭവമാണ്. പിന്നെ എങ്ങനെയാണ് ഈ സംഭവം മുക്കിയത് എന്നാണ് നിലവിലിപ്പോ പുറത്തു ബി ജെ വന്നിരിക്കുന്ന പി CPM ധാരണ തന്നെയായിരിക്കും അല്ലെ ഇതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ നാളുകളായിട്ട് ആരോപണങ്ങൾ കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. അപ്പം അതിന്റെ ഏതാണ്ട് ഒരു സത്യമാണെന്നുള്ള രീതിയിലോട്ടാണ് ഇപ്പം വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. 2023 ഫെബ്രുവരി 14 ഈ ഒരു നോട്ടീസ് വരുന്നത്. അപ്പൊ അന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുന്നത് അതേ ദിവസം തന്നെയാണ് പുള്ളിനെ അറസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, കേരളത്തിൽ വളരെ കോളിളക്കം സൃഷ്ടിച്ചൊരു കേസാണ് സ്വർണ്ണക്കടത്ത് കേസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ആ സമയത്ത് തന്നെ ഉയർന്നതെന്നാണ് ലൈഫ് മിഷൻ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വലിയൊരു അഴിമതിയുടെ ഒരു ആരോപണം പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർന്നിരുന്നു. പക്ഷെ അത് ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേനും അതങ്ങ് നിൽക്കുകയാണ് ചെയ്തത്. ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തു. പിന്നെ പുള്ളിനെ 90 ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ടു. അതിനുശേഷം തുറന്നു വിട്ടു. അദ്ദേഹത്തിന് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങി. പിന്നീട് അതിനെപ്പറ്റി എന്തെങ്കിലും വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒന്നും കേട്ടിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് ഇഡിക്ക് പോലും അത് താല്പര്യമില്ലാത്തൊരു കേസായിട്ട് അത് മാറുന്നൊരു നിലയിലോട്ടാണ് കാര്യങ്ങൾ പോയത്. അപ്പം ആ ഒരു സമയത്ത് തന്നെയാണ് പലതവണ പിണറായി വിജയൻ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും കാണുന്നതും പിന്നെ നിർമ്മല സീതാരാമനുമായിട്ട് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുന്നതെല്ലാം ഈ സമയത്ത് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇതിലൊരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. മാത്രമല്ല, ഈ വടക്കാഞ്ചേരിയിലാണ് ഈ പറയുന്ന ലൈഫ് മിഷന്റെ കേസ് ഉണ്ടാകുന്നത്. പ്രളയബാധിതർക്കായി വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ പദ്ധതിയുടെ മറവിൽ കോടികളുടെ കൈക്കൂലി ഇടപാടാണെന്ന് ഇ ഡി അന്വേഷിച്ചത്. പദ്ധതിക്കായിട്ട് UAE സന്നദ്ധ സംഘടനയിലെ റെഡ് ക്രസന്റ് UAE കോൺസുലേറ്റ് മുഖേന സംസ്ഥാന സർക്കാരിന് പണം കൈമാറിയിരുന്നു. പദ്ധതിയുടെ നിർമ്മാണ കരാർ നേടിയെടുക്കുന്നതിനായി യൂണിടാക് ബിൽഡേഴ്സ് മാനേജ് പാർട്ണർ സന്തോഷ് ഈപ്പൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്ക് M ശിവശങ്കറിനുമായി 4.40 കോടി രൂപയുടെ കൈക്കൂലിയാണ് നൽകിയെന്നാണ് കേസ്. ഇത് ഇ ഡി കണ്ടെത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ശിവശങ്കറിന് പുറകെ ശിവശങ്കറിനും ഈപ്പനും പുറമെ സ്വപ്ന സുരേഷ്, PS സരീത്ത്, സന്ദീപ് നായർ തുടങ്ങിയവർക്കും കേസിൽ പങ്കുള്ളതായിട്ട് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിൽ ഈ കേസ് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റവിചാരണ കോടതിയുടെ പരിഗണനയിലാണ്. അതായത് കഴിഞ്ഞിട്ടിപ്പോൾ ഏതാണ്ട് 2.5 വർഷം 3 വർഷം ആകാറായി. ഇതുവരെ കേസിൽ ഒരു പുരോഗതി ഇല്ല എന്ന് പറയുന്നിടത്താണ് നമ്മളിവിടെ കാരണം ആ സമയത്ത് സ്വപ്ന സുരേഷിനും സരിത്തിനെതിരെയൊക്കെ സമൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ പ്രതികളാണ്. അവർക്ക് ഈ കേസിൽ പങ്കുള്ളതായിട്ട് തീർച്ചയായിട്ടും അത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിയുടെ മകൻ അയച്ച അത് മാത്രം പുറത്തു വന്നതുമില്ല. അത് പക്ഷേ പിന്നീട് അതിനെപ്പറ്റി അറിയുന്നില്ല. ഇത് എങ്ങനെയോ ഇത് പുറത്തു വന്നാണ്. ഇപ്പൊ മാധ്യമങ്ങളിലൂടെ ഇത് എങ്ങനെയോ പുറത്തു വന്നതായിട്ടാണ് മലയാള മനോരമയിലാണ് രാവിലെ വരുന്നത്. പിന്നെ വേറെ സംബന്ധിച്ചാൽ ഇത് ക്ലിഫ് ഹൗസിന്റെ വിലാസത്തിലാണ് വന്നതെന്നാണ്. അതെ, മുഖ്യമന്ത്രിയുടെ മകന്റെ പേരും ക്ലിഫ് ഹൗസ് എന്നുള്ള വിലാസത്തിലാണ്. സൺ ഓഫ് പിണറായി വിജയൻ എന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ 50-ാം വകുപ്പിലെ ഉപവകുപ്പുകൾ പ്രകാരമാണ് ഹാജരാകാൻ വേണ്ടിയിട്ട് നോട്ടീസ് വന്നത്. പക്ഷെ അതിൽ പുള്ളി ഹാജരായതുമില്ല. പിന്നീട് അതിലൊരു ഇതുണ്ടായതില്ല, ഒരു മൂവ് പിന്നെ ഉണ്ടായതില്ല. എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ആ ഒരു കേസ് ഇല്ലാതായതെന്നുള്ളതാണ് നമ്മൾ തീർച്ചയായിട്ടും സംശയിക്കേണ്ടത്. അപ്പം സർക്കാരിനെ സംബന്ധിച്ച് അത് വലിയൊരു തലവേദനയായിരുന്നു. സ്വർണ്ണക്കടത്തുന്ന കേസ് വലിയൊരു തലവേദനയായിരുന്നു. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനൊരു ആരോപണം ഉണ്ടായിട്ടില്ല. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് പുള്ളിക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായെങ്കിലും പക്ഷെ അതെല്ലാം പിന്നീട് വ്യാജമാണെന്ന് തെളിയുന്നൊരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ പോയി. പിന്നീട് അതെല്ലാം ഉണ്ടാക്കിയെടുത്തൊരു ആരോപണങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളത് തെളിയും. ഇവിടുത്തെ കുറച്ച് മാധ്യമങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ചില കഥകൾ മാത്രമായിരുന്നു പിന്നീട് മനസ്സിലാകുകയും ചെയ്തത്. പക്ഷെ അതുപോലത്തെ ഒരു സംഭവമേ അല്ല ഇത് കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇ ഡി തന്നെ കണ്ടെത്തിയ കേസുകളാണ് ഇതെല്ലാം. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വ്യക്തമായിട്ട് പങ്കുണ്ട് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് തെളിഞ്ഞൊരു കേസാണ്. പക്ഷെ അതിലാണ് പിന്നീട് ഒരു മൂവും ഉണ്ടാക്കാൻ സാധിക്കാഞ്ഞത്. അത് ഇ ഡിക്ക് സാധിക്കാഞ്ഞതല്ല, തീർച്ചയായിട്ടും ആരും തടഞ്ഞിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പം ഒരു BJP CPM ബന്ധത്തെ പറ്റി, അതായത് ഇവർ തമ്മിലുള്ള ഒരു അന്തർധാരയെ പറ്റി കുറെ നാളുകളായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമുണ്ട്. അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇതെല്ലാം പുറത്തു വരുന്നതിന്റെ കാരണം അതുകൊണ്ട് തന്നെയുണ്ട്. ഇതെല്ലാം ശരിയാണ്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ കാര്യമുണ്ട് എന്ന്
തെളിയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനൊരു നോട്ടീസ് പുറത്തു വരേണ്ട യാതൊരുവിധ കാര്യവുമില്ല. അന്ന് എന്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രിയുടെ മകന് ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ചത്? വെറുതെ അയച്ചാണോ? ഒരിക്കലുമല്ല. അല്ല. കാരണം അങ്ങനെ ഒരു നോട്ടീസ് വന്നു, പിന്നീട് അതിലൊരു എന്താണ് ഹാജരായില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് വാറണ്ടാണ് വരിക. അപ്പൊ കോടതിയിൽ നിന്ന് അവർ വാറണ്ട് മേടിച്ചിട്ട് വാറണ്ടാണ് മേടിക്കുക. എന്തുകൊണ്ടാണ് ഇ ഡി അങ്ങനെ ഒരു വാറണ്ട് മേടിക്കാൻ തയ്യാറാകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാറണ്ട് പുറപ്പെടുവിക്കാൻ തയ്യാറാകുന്നത്? തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ഒരു അന്തർധാര സജീവമായിട്ടും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ സംശയിക്കേണ്ടത്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പലതവണ പുള്ളി ഡൽഹി പോകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞിടയ്ക്കും പോയിട്ടുണ്ടല്ലോ. ഇപ്പം ഇപ്പോഴും ഡൽഹിയിലെ മറ്റോ ആണ് അദ്ദേഹം, ഇപ്പോഴും ഡൽഹി ഉണ്ട്. മാത്രമല്ല ഇപ്പോഴും കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന സർക്കാരിനെ ചുറ്റിപ്പറ്റി കുറച്ചധികം പ്രശ്നങ്ങൾ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. ഒന്ന് ശബരിമല വിഷയം നടക്കുന്നുണ്ട്, പിന്നെ മറ്റു കുറച്ച് വേറൊരു എന്താ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ശബരിമല വിഷയം നടക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ശബരിമല വിഷയം തന്നെയാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. അപ്പം അതിലൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പം സർക്കാർ പറഞ്ഞിരിക്കുന്നത് എന്തോ വേറെന്തോ കാര്യത്തിന് വേണ്ടി പോകുന്നു പറഞ്ഞാൽ, പക്ഷെ അങ്ങനെയല്ല. പ്രധാനം വയനാടിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോവാണെന്നാണ് പറയുന്നത്. ഇതിനൊരു നോട്ടീസ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു മെയിൽ അയച്ചാൽ മതി, അല്ലെങ്കിൽ കത്ത് കൊടുത്താലും മതി. ഇങ്ങനെ പിണറായി വിജയൻ നേരിട്ട് പോകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ സെക്രട്ടറിമാരെ അയച്ചാലും മതി. ഇതൊന്നും ഇല്ലാതെ അദ്ദേഹം നേരിട്ട് പോയി കാണുന്നതിൽ തീർച്ചയായിട്ടും അതിലൊരു ദുരൂഹതയുണ്ട്. അപ്പം കുറച്ച് നാളുകളായിട്ട് സംസ്ഥാന സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഏത് വിധേനയും ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ശബരിമല അവസാനത്തെ ഒരു വിഷയം മാത്രമാണ്. ഇനി എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതിന് കണ്ടറിഞ്ഞ് കാണണം. ഇനിയിപ്പം ഇലക്ഷൻ നടക്കാൻ ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളൂ. അപ്പം ഇങ്ങനൊരു സമയത്ത് ഇത്തരത്തിലൊരു കേസ് വന്നാൽ അത് തീർച്ചയായിട്ടും സർക്കാരിനെ തന്നെ ബാധിക്കും. ഇപ്പം ശബരിമലയുടെ വിഷയം നമുക്കറിയാം. അത് പൂർണ്ണമായിട്ടും പുറത്തു വന്നാൽ തീർച്ചയായിട്ടും ബാധിക്കുന്നത് CPM-ലെ തന്നെ മന്ത്രിമാർ തന്നെയായിരിക്കും. ഒന്നെങ്കിൽ വാസവനായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിലെ മെമ്പർമാരായിരിക്കും, അല്ലെങ്കിൽ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കും. മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയാണെങ്കിലും ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയാണെങ്കിലും ഒക്കെ LDF ഭരണത്തിൽ കീഴിലുള്ള സർക്കാർ തന്നെയാണല്ലോ. അതെ, തീർച്ചയായിട്ടും CPM-ന്റെ മന്ത്രിമാരാണ് ഇവർ രണ്ടുപേരും. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുടുങ്ങുക ഇവർ തന്നെ ആയിരിക്കും എന്നുള്ളത് കൃത്യമായ ധാരണ സർക്കാരിന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ വാർത്തകൾ പുറത്തു വരാതിരിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല വാർത്തകളെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങളും തീർച്ചയായിട്ടും ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിന് പിന്നിലൊരു വലിയൊരു കളിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം കാണാൻ പോയിരിക്കുന്നതും മുൻപ് കാണാൻ പോയതും. ഇനി ഇതുപോലെ കാര്യങ്ങൾ ഇനി പുറത്തു വന്നുകൊണ്ടേയിരിക്കും.